പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അത്ര സുഖകരമല്ല. ആദർശും നയനയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതോടുകൂടി തന്നെ മുത്തശ്ശൻ ആകെ തളർന്നു പോയിട്ടുണ്ട്. ആ മാനസിക മുറിവേറ്റ് അദ്ദേഹത്തെ ഹോസ്പിറ്റൽ വരെ എത്തിച്ചു കളഞ്ഞു. പക്ഷേ അപ്പുറത്ത് ആദർശനും കിരണിനും കല്യാണിക്കും നയനക്കൊന്നും ഒട്ടും തന്നെ അടങ്ങിയിരിക്കാനായില്ല. നന്ദുവിന്റെ സഹായത്തോടു കൂടി തന്നെ അവർ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ സഹായത്തോടു കൂടി തന്നെ അവർ ആ നാഗേന്ദ്രനെ അങ്ങ് പൊക്കും. എൻ ജ്വല്ലറിയുടെ MD സ്ഥാനത്തിരുന്ന ഡേവിഡിന്റെ പിന്നിൽ ശരിക്കും ഈ നാഗേന്ദ്രനാണ് എന്നുള്ള സത്യമെല്ലാം തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. നാഗേന്ദ്രനും അവന്തികയും തമ്മിലുള്ള ആ ഒരു കള്ളക്കളി ഇപ്പോഴും ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആദർശും കിരണും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അവസാനം ഇവർ 3 പേരും കൂടി ചേർന്ന് കൂടത്തിന് അനന്തപുരിയിൽ ഇപ്പൊ നടക്കുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണം അവന്തികയാണ് എന്നും വീട്ടിലെ ഓരോ നീക്കങ്ങളും നാഗേന്ദ്രന്റെ ചെവിയിൽ എത്തിക്കുന്നതും അവളാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കൊടുത്തിന് ചാരപ്പണി നടത്തുന്ന അവന്തികയെ മുത്തശ്ശൻ അറിഞ്ഞ നിമിഷം തന്നെ തറവാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. ഇതൊക്കെ കണ്ടുകൊടുത്തിന് അഭിയും ജലജയൊക്കെ അങ്ങനെ ആകെ അന്തം വിട്ടു നിൽക്കാണ്. കാരണം അവന്തികയുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു എന്നും അവൾ ശത്രുക്കളെയാണ് സഹായിക്കുന്നത് എന്നും ആ നിമിഷത്തിലാണ് അവരെല്ലാവരും അറിയുന്നത്. അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ആദർശ് ഇപ്പോൾ എൻ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഡേവിഡിന്റെ പിന്നിൽ നിന്നും കളി നിയന്ത്രിക്കുന്നത് വേറെ ആരോ ആണെന്ന് ആദർശിനിപ്പോൾ ഏകദേശം പിടികിട്ടി. ഇതേ സമയം തന്നെ തറവാട്ടിലെ കാരണവരായ മുത്തശ്ശിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുകയാണ്. വിവരമറിഞ്ഞ് ദേവയാനി വിളിച്ചതനുസരിച്ച് ആദർശും നയനയും കൂടി മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയി. പക്ഷേ മുത്തശ്ശൻ അവിടെ വെച്ചിട്ടൊന്നും അവരോടൊന്നും തന്നെ അഴിഞ്ഞില്ല. ആദർശ് എത്രയും പെട്ടെന്ന് തന്നെ പഴയതിനും ശക്തിയോടെ തിരിച്ചു വരാനും ഇതിന്റെ പിന്നിലെ ചതിക്കുഴികൾ കണ്ടെത്താനും മുത്തശ്ശൻ കർക്കശമായി തന്നെ നിലപാടിട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ ചത്താ പോലും ഇവൻ എന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വന്നേക്കരുത് എന്ന്. മുത്തശ്ശൻ ഇത്രയും കടുപ്പിച്ച് പറയുന്നത് കേട്ട് ആദർശനും നയനക്കും വല്ലാത്ത വിഷമമായി. എങ്കിലും ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇത് മുത്തശ്ശന്റെ മനസ്സിൽ നിന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കമ്പനിയിലുണ്ടായ നഷ്ടത്തിന് കാരണക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് മുത്തശ്ശൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതും പെരുമാറുന്നതും ഒക്കെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആദർശേട്ടാ, എങ്കിലും എനിക്ക് വലിയ വിഷമം തോന്നി. ആദർശേട്ടൻ ഇങ്ങനെ പഴി കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ നയന. നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നയനെ, ഇതിന്റെയൊക്കെ പിന്നിൽ ഏത് കൊമ്പനാണെങ്കിലും അവനെ ഞാൻ പൊക്കും. ഞാൻ ജയിച്ചു വരണമെന്നാണ് മുത്തശ്ശന്റെ ഉള്ളിലുള്ള ആഗ്രഹം. അത് വെറും വിഷമം കൊണ്ട് പറയുന്നത് മാത്രമാണെന്ന് ആദർശ് പറഞ്ഞ നയനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദു ആദർശിനെ വിളിക്കുന്നത്. മുത്തശ്ശൻ ഹോസ്പിറ്റലായ വിവരം പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് നന്ദു. മുത്തശ്ശൻ ഇപ്പോഴും ആ പഴയ കടപ്പ് തന്നെയാണെന്ന് ആദർശ് നന്ദുവിനോട് പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു, നിന്റെ ഒരു സഹായം എനിക്ക് വേണം. ശത്രുക്കളെ കണ്ടെത്താനുള്ള ശരിക്കുമുള്ള പോയിന്റിലാണ് നമ്മളിപ്പോ. ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ആദർശ് ചോദിക്കാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാനും അതിന്റെ പുറകെ തന്നെയാണ്. പക്ഷേ മുംബൈ പോലീസിന്റെ സഹായമൊന്നും കിട്ടിയിട്ടില്ല. ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലും നാഗേന്ദ്രൻ കാശ് കൊടുത്ത് മുക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരാരും നമ്മളോട് സഹകരിക്കാത്തത്. ആദർശേട്ടൻ വിഷമിക്കേണ്ട, എന്ത് വിവരം കിട്ടിയാലും ഞാൻ ഉടനെ തന്നെ അറിയിക്കാമെന്നും പറയും. പക്ഷേ ഇപ്പൊ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എന്തിനെ കുറിച്ചാണെന്ന് ആദർശ് ചോദിക്കുമ്പോൾ എൻ ജ്വല്ലറിയുടെ MD ഡേവിഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് നന്ദു പറയും. അയാളുടെ പാസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരിടത്തും അയാൾ പിടിതരുന്നില്ല. കോൾ റെക്കോർഡിങ്സ് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ വഴിക്കൊന്ന് നീങ്ങി. പോലീസിൽ സ്പൈ വർക്ക് ചെയ്യുന്നവർ മുഖാന്തരം ഡേവിഡിനെ കുറിച്ച് ചില തെളിവുകൾ കിട്ടി. അയാൾ ദുബായിലെ ഒരു ജ്വല്ലറിയിലെ വെറും പണിക്കാരനായിരുന്നുവെന്നും വെട്ടുപ്പും തട്ടിപ്പും നടത്തിയിട്ടാണ് ഈ കാണുന്നതൊക്കെ സ്വന്തമാക്കിയതെന്നും അല്ലാതെ അയാൾ തനിയെ ഉണ്ടാക്കിയതൊന്നുമല്ല എന്നും പറയാണ് നന്ദു. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ മോളെ, എൻ ജ്വല്ലറി പെട്ടെന്ന് പൊട്ടിമുളിച്ചതാണല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ, ഇയാൾ ആരെ ചതിച്ചതാണെന്ന് മോൾ കണ്ടുപിടിച്ചോ എന്നും ചോദിക്കും. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അയാൾ ഒന്നുമില്ലാത്തവനാണ്. പിന്നീട് കുതന്ത്രങ്ങൾ വെച്ച് വളർന്നതാണ്. നാട്ടിലേക്ക് മുങ്ങിയ ഇയാൾക്ക് ഇത്ര വലിയൊരു ജ്വല്ലറി നടത്താൻ മാത്രം കാശൊന്നുമില്ല. ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട് എന്നും നന്ദു സംശയിച്ചു. ആദർശും അത് ശരിവെച്ചു. ഞാനൊരു പഞ്ചാബിക്കാരനായി വേഷം മാറി 2-3 ദിവസമായി അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അയാളുമായി സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തതയില്ലാത്ത മറുപടികളാണ് കിട്ടുന്നത്. അയാൾക്ക് മുന്നിൽ വേറെ ആരോ ഉണ്ട് എന്ന് എനിക്കും കിരണിനും മനസ്സിലായിട്ടുണ്ട്. അനന്തപുരി തറവാടിനോട് മൂർത്തി മുത്തശ്ശനോട് വൈരാഗ്യമുള്ള ആരോ ആണ്. അവരുടെ ലക്ഷ്യം എന്നെയല്ല, മുത്തശ്ശനെയാണ്. അപ്പോൾ നന്ദു പറയുന്നത്, അത് ശരിയാണ് ആദർശേട്ട, ശത്രുക്കളോട് പോലും ആദർശേട്ടൻ മയത്തിലല്ലേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ടാർഗറ്റ് മുത്തശ്ശനെ തന്നെയാണെന്ന് വ്യക്തമാണ്. മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊന്ന് സംസാരിച്ചാലോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട നന്ദു, മുത്തശ്ശൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ എന്നോട് ഒട്ടും തന്നെ മയമില്ലാതെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്,
ശത്രുക്കളെ കണ്ടെത്താൻ മുത്തശ്ശനോട് തന്നെ ചോദിച്ചാലോ എന്ന്. മുത്തശ്ശന്റെ സ്വഭാവം പഴയതുപോലെ തന്നെയാണെന്നും തെറ്റ് ചെയ്തവരെ അദ്ദേഹം പൊറുക്കില്ല എന്നും ആദർശ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരുപാടധികം ശത്രുക്കളുണ്ടാവും. തെളിവില്ലാതെ മുത്തശ്ശന് മുന്നിൽ ചെന്ന് നിന്നതിൽ കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടണം നന്ദു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്തു. ആദർശ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ദേവിന്റെ പിന്നിൽ നാഗേന്ദ്രനാണെന്നതിന് ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. ആദർശും കിരണും ആകെ കൺഫ്യൂഷനിലാണ്. MD സ്ഥാനം താൽക്കാലികമായി നോക്കുന്ന ആളാണ് താനെന്ന് ഡേവിഡ് പറയുമ്പോൾ തന്നെ പിന്നിൽ ആരോ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പാണ്. എന്തു വന്നാലും ആദർശ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ മൂർത്തി ജ്വല്ലറിയിൽ അനിയായിരിക്കും കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കുന്നത്. ആദർശ് ഇരുന്ന കസേരയിൽ ഇരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അനിക്ക്. കമ്പനി പഴയതിലും താഴോട്ട് പോവാൻ അനുവദിക്കരുത് എന്ന് ആദർശ് പ്രത്യേകം അനിയോട് പറഞ്ഞിട്ടുണ്ട്. അനി എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. പണ്ട് ആദർശ് ദുബായിലേക്ക് പോയപ്പോൾ അനി താൽക്കാലികമായി ഈ സ്ഥാനം നോക്കിയിട്ടുള്ളതാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ജയനും അജയനും അവനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ കമ്പനിക്കകത്ത് നിന്ന് തന്നെ ഡീലുകൾ ചോരുന്നുണ്ട് എന്ന് അനി കണ്ടെത്തി. ഉടനെ തന്നെ ആദർശിനെ വിളിച്ചു പറഞ്ഞു. ആദർശ് അവന് അവിടെ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ചതിയാണ് ആദർശേട്ട എന്ന് അനി പറയും. താൻ ഈ കസേരയ്ക്ക് അർഹനല്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ വരണമെന്നും അവൻ പറഞ്ഞു. ആദർശ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ കമ്പനി നോക്കാൻ നിനക്ക് കഴിയൂ അനി. MD കസേരയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യത നിനക്ക് തന്നെയാണെന്ന് ആദർശ് പറയുമ്പോൾ കമ്പനിക്കുള്ളിലെ ചാരപ്പണിയെ പറ്റിയിട്ട് അനി പറഞ്ഞു. ആദർശേട്ട ഇവിടെ ആരോ വിവരങ്ങൾ ചോർത്തുന്നുണ്ട്. ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് ആരോ ഇവിടെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അനി അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നടപടി എടുത്തോളാൻ പറയാണ് ആദർശ്. നഷ്ടങ്ങളിലേക്ക് പോകാൻ പാടില്ല. സംശയമുള്ളവരെ പുറത്താക്കിക്കോ എന്ന് ആദർശ് പറഞ്ഞുവെങ്കിലും അനി പറയുന്നുണ്ട്. മുൻപ് ആദർശേട്ടൻ കൂടെ നിന്നവർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വിവരങ്ങൾ ചോറുന്നുണ്ട്. ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. അബിയും അപ്പച്ചിയും നവ്യയും ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയാൻ അനി. പക്ഷേ ആദർശ് അത് വിശ്വസിക്കുന്നില്ല. അബി വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അവനോട് നമ്മൾ ഒന്നും തന്നെ പറയാറില്ല. നവ്യയും ജ്വല്ലറിയുടെ മോഡലായി നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അവളോട് ചർച്ച ചെയ്യാറുമില്ല. വിവരങ്ങൾ ചോർന്നത് മറ്റാരോ വഴിയാണെന്ന് ആദർശ് കരുതി. നമുക്ക് തെളിവുകൾ കിട്ടാതെ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. നീ മുത്തശ്ശനെ തകർക്കാനാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ ആദർശ് നയനയോടും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. കമ്പനിക്കുള്ളിൽ തന്നെ ആരും ചതി ചെയ്യുന്നുണ്ട് എന്ന് അനി പറഞ്ഞ കാര്യം നയനയുമായിട്ട് ചർച്ച ചെയ്യാണ് ആദർശ്. വിവരങ്ങൾ ജ്വല്ലറിക്കാർക്ക് വേണ്ടി ആരോ ചോർത്തിക്കൊടുക്കുന്നു നയനയും പറയുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. ആ അന്വേഷണം അനി നടത്തട്ടെ എന്ന് ആദർശ് തീരുമാനിച്ചു. ഈ സമയത്തിന് മുത്തശ്ശൻ ഹോസ്പിറ്റലായ വാർത്ത കേട്ട് നാഗേന്ദ്രനും ഡേവിഡും അവന്തികയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ആ കിളവൻ ആശുപത്രിയിലായല്ലോ. ഇനി അധിക കാലം ഇങ്ങനെ മുന്നോട്ട് പോവില്ല. സ്വന്തം കൊച്ചുമോനെ പുറത്താക്കിയ വിഷമം അയാളെ തകർത്ത് കാണും. നാഗേന്ദ്രൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. അവന്തികയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഡേവിഡിനും ഇതിൽ സന്തോഷമായിരിക്കും. അങ്ങനെ നാഗേന്ദ്രൻ പുതിയ ബ്രാൻഡ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കും. നയന കളക്ഷൻസ് പോലെ നമുക്കും ഒരു പുതിയ ബ്രാൻഡ് വേണമെന്ന് അവന്തിക പറയുമ്പോൾ നാഗേന്ദ്രനും അത് ശരിവെച്ചു. നയനെ പോലെ തന്നെ ഒരു ഡിസൈനറെ കിട്ടാൻ പാടാണെന്നും മികച്ചവരെ കൊണ്ടുവരാമെന്നും അയാൾ പറഞ്ഞു. നാഗേന്ദ്രന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോഴാണ് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനത്തെക്കുറിച്ചും ഡയമണ്ട് കളക്ഷനെക്കുറിച്ചും ആദർശുമായിട്ട് ഡേവിഡ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിന് പിന്നിൽ നാഗേന്ദ്രനുണ്ട് എന്ന സൂചന ആദർശിന് കിട്ടി. ഇവൻ ആദർശിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ കൂടി ഡേവിഡിന്റെ അടുത്തേക്ക് അയച്ചു. ആ പെൺകുട്ടി ഡേവിഡുമായി അടുപ്പം സ്ഥാപിക്കുകയും അയാൾ ഈ രഹസ്യങ്ങൾ അവളോട് തുറന്നു പറയുകയും ചെയ്തു. താൻ ഒരു ബിനാമി മാത്രമാണെന്നും ശരിക്കുള്ള മുതലാളി നാഗേന്ദ്രനാണെന്നും ഡേവിഡ് വെളിപ്പെടുത്തി. നാഗേന്ദ്രൻ എന്തിനാണ് മറിഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പക വീട്ടാൻ വേണ്ടി തന്നെയാണെന്ന് അയാളും മറുപടി കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടി വന്ന് ആദർശിനെ അറിയിച്ചു. മൂർത്തി മുത്തശ്ശനോട് ഇത്രയും വലിയ ശത്രുത നാഗേന്ദ്രൻ എന്തിനാണെന്നറിഞ്ഞപ്പോൾ ആദർശ് അങ്ങ് പകച്ചുപോയി. നയനക്കും കിരണിനും നാഗേന്ദ്രനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആദർശ് എല്ലാം വിശദീകരിച്ചു. മുത്തശ്ശൻ പണ്ട് പുറത്താക്കിയ ആളാണെന്നും അയാളെ തോൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ആദർശ് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തറവാട്ടിൽ നാഗേന്ദ്രനെ സഹായിക്കുന്നത് അവന്തികയാണെന്ന് അനി കണ്ടെത്തി. അവളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അനി അത് മനസ്സിലാക്കുന്നത്. നന്ദു വഴി അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ നാഗേന്ദ്രനുമായി സംസാരിക്കുന്ന തെളിവെല്ലാം തന്നെ അവർക്ക് കിട്ടി. അവസാനം മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് ഈ രഹസ്യങ്ങളെല്ലാം തന്നെ ആദർശ് വിളിച്ചു പറയാണ്. സ്വന്തം അച്ഛന് വേണ്ടി ഈ കുടുംബത്തെ ചതിച്ച അവന്തികയെ മുത്തശ്ശൻ അവിടെ നിന്നും അടിച്ചു പുറത്താക്കി. നാഗേന്ദ്രൻ നടത്തിയ കള്ളക്കടത്തും ടാക്സി വെട്ടിപ്പും നന്ദുവും ആദർശും കൂടി പുറത്തു കൊണ്ടുവന്നു. ഒടുവിൽ നാഗേന്ദ്രൻ അറസ്റ്റിലാവുകയും ആദർശ് വീണ്ടും MD കസേരയിൽ ഇരിക്കുകയും ചെയ്തു. സത്യമെല്ലാം തെളിയിച്ചതോടുകൂടി തന്നെ മുത്തശ്ശൻ ആദർശിനെ അനുഗ്രഹിക്കുകയാണ്.